ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹീന്ദ്ര താർ റോക്സിൻ്റെ MX5 എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ MX5ൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് നമ്മുടെ ബാക്കിലുള്ളത്, അതും ബ്ലാക്ക് കളറിൽ കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ MX5 എന്ന് പറഞ്ഞ വേരിയൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മളൊരു ബേൺ സിയന്ന എന്ന് പറഞ്ഞൊരു കളറായിരുന്നു അല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ജസിംക? ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്ലാക്ക് കളറാണ്. താർ റോക്സിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു കളറും കൂടെയാണ് അല്ലേ, ബ്ലാക്ക് കളർ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫുൾ ഓപ്ഷൻ തന്നെ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. അലോയ് വീൽസ് മാത്രം നമുക്കിതിൽ 18 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്. മൗണ്ട് ഡയമണ്ട് കട്ട അലോയ്സ് തന്നെയാണ് കേട്ടോ. ഫുൾ ഓപ്ഷനിലാകുമ്പോൾ 19 ഇഞ്ചിൻ്റെ വേറൊരു ടൈപ്പ് ഡിസൈൻ മാറ്റമുള്ള ഒരു അലോയ്സ് ആണ് നമുക്കിതിൽ വരിക. ഫ്രണ്ടിലാണെങ്കിലും നമുക്ക് ആ ഒരു സി ഷേപ്പ്ഡ് DRL യൂണിറ്റ് വരുന്നുണ്ട്. അതേപോലെ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് സെറ്റപ്പ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ ആണ് ഇൻഡിക്കേറ്റർ വരുന്നത് കേട്ടോ. പിന്നെ താഴെ ഫോഗ് ലൈറ്റും അതും LED ആണ്. ഫുൾ LED ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. പിന്നെ ആ ഒരു ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഒരു ബമ്പറും കാണാൻ പറ്റും. പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ താർ റോക്സ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് വൈപ്പറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ടയറിലേക്ക് വരികയാണെങ്കിൽ ടയർ നോക്കുമ്പോൾ 255 65 R18, ഇത് 18 ഇഞ്ച് വീൽസാണ് വരുന്നത് കേട്ടോ. താർ റോക്സിന് ഒരു ബാഡ്ജ് കാണാൻ പറ്റും. ഇൻബിൽട്ട് ആയിട്ട് നമുക്ക് ആ ഒരു സൈഡ് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ബാക്കിൽ നമുക്ക് ആ ഒരു ഡോർ എന്ന് പറയുന്നത് താർ റോക്സിൻ്റെ മാത്രം ഒരു ഹൈലൈറ്റ് ആണ്. താർ എന്ന് പറയുന്ന ആ ഒരു വണ്ടിയിൽ നമുക്ക് റോക്സിലാണ് ഒരു 5 ഡോർ സെറ്റപ്പ് കിട്ടുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഇതിൽ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MX5ൽ ശരിക്കും ഡീസൽ വേരിയൻസിൽ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് വരുന്നത്, ബാക്ക് ഡ്രം ബ്രേക്ക് ആയിരിക്കും. പക്ഷേ പെട്രോൾ വേരിയൻസിൽ നമുക്ക് 4 വീൽ ഡിസ്ക് ബ്രേക്ക് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ റൂഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിലൊക്കെ വരുന്നത് MX1ലൊക്കെ വരുന്ന പോലെ തന്നെ ഫുൾ ഗ്ലോസ് ബ്ലാക്കിലാണ് ഇതിൻ്റെ റൂഫ് വന്നിട്ടുള്ളത്. ബാക്കിലുള്ള ഈ ഒരു പീസാണ് കേട്ടോ മാറ്റ് ബ്ലാക്കിൽ വന്നിട്ടുള്ളത്. പിന്നെ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റുകൾ ബ്രേക്ക് ലൈറ്റും അതേപോലെ റിവേഴ്സ് ലൈറ്റും ഹാലോജൻ ആണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വരുന്നത്. താഴെ ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സ്പെയർ വീലിനൊരു കവറാണ് വന്നുള്ളത് കേട്ടോ, അലോയി അല്ല. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ റിവേഴ്സ് ക്യാമറ വന്നുള്ളത്. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ തന്നെ കണ്ടോ, വളരെ വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ്. അതിൽ തന്നെ നമുക്ക് ആ ഒരു പോക്കറ്റും ചാർജിങ് പോർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പാകത്തിനുള്ള വലിയൊരു സ്പേസ് തന്നെയാണ് നമുക്ക് താർ റോക്സിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ക്വാർട്ടർ പാനലിൽ കണ്ടോ, ഇവിടെ ഒരു ക്യാമൽ, അതേപോലെ ഇവിടെ താർ റോക്സ് ഒരു കയറ്റം, ഒരു വലിയൊരു സ്റ്റീപ്പ് ആയിട്ടുള്ള കയറ്റം കയറി പോകുന്ന ഒരു ചെറിയ ഒരു സിമ്പിളാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഫ്യൂൽ ലൈറ്റിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ്. പക്ഷെ നമുക്കിവിടെ ചാവിട്ട് തിരിക്കേണ്ട, ഉള്ളിൽ ബട്ടൺ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ആ ഒരു 90 ഡിഗ്രി ഓപ്പണിങ് കണ്ടോ, 90 ഡിഗ്രിയിൽ നമുക്ക് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ വന്നിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോ കൺട്രോൾ, ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊക്കെയാണ് വന്നുള്ളത്. താറിൻ്റെ ഒരു ബാഡ്ജിങ് കണ്ടോ. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു വൈറ്റ് ലെതറൈറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഇൻറ്റീരിയറാണ്. ബാക്കിൽ നമുക്ക് ആ സ്പീക്കേഴ്സ് കാണാൻ പറ്റും. മേലൊക്കെ ലൈറ്റുകൾ വന്നിട്ടുണ്ട്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. സിംഗിൾ പാൻ സൺറൂഫാണ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗ്ലാസ് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയയാണ്. ബാക്കിൽ ഇരിക്കാനാണെങ്കിലും 3 പേർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ റിയർ AC വെൻറ്റ്, C ടൈപ്പ് മൊബൈൽ ചാർജർ വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോറേജും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. സ്പേസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടൊന്ന് സ്പേസ് ഒന്ന് കാണിച്ചു കൊടുക്കും. കയറാനും നല്ല ഈസി ആയിട്ട് തന്നെ 90 ഡിഗ്രി ഓപ്പണിംഗ് ആയതുകൊണ്ട് നല്ല കംഫർട്ടായിട്ട് കയറാൻ പറ്റും. അതെ, പിന്നെ ആ ഹാൻഡിലും കൂടെ വരുന്നുണ്ട്. ഇതിപ്പം സീറ്റ് കുറച്ച് ഫ്രണ്ടിൽ, ഫുള്ള് ഫ്രണ്ടിൽ ഇട്ടിട്ടില്ല, ഒരു മീഡിയം ലെവലിലിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് റിക്ലൈനിങ് നോർമലി ഇതാണ് പൊസിഷൻ. റിക്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്ലൈൻ ചെയ്ത് ഇങ്ങനെ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാം, ചാരി ഇരിക്കാം. ലോങ് ട്രാവലിംഗിനൊക്കെ നല്ല കംഫർട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് സീറ്റ് ഒന്ന് നോക്കിയാലോ. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ താറിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വലിയൊരു സ്റ്റോറേജ് ആട്ടോ. ഡോർ പാഡും കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് സ്റ്റോറേജും വലുതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ക്ലോ ബോക്സ് ആണ് വന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ വന്നിട്ടുണ്ട്, AC വെൻറ്റ്, അതേപോലെ ഗ്രാബ് ഹാൻഡിൽ ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സെൻറ്ററിൽ ആ ഒരു ആംറസ്റ്റ് കണ്ടു, ഇതും അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 കപ്പ് ഹോൾഡേഴ്സ്, ഒരു ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക്, പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. ഒരു 6 സ്പീഡ് 80 ഗിയർ ആണ്. അപ്പം ഓട്ടോമാറ്റിക് ഗിയർ ലിവർ, നമുക്ക് 4 വീൽ ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ AC വെൻസ് കാണാൻ പറ്റും. ഇതാണ് AC കൺട്രോൾസ് വരുന്നത്. നമുക്ക് ഡ്രൈവർ സീറ്റ് പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം കേട്ടോ. ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നമുക്ക് ഈ ബട്ടൺസ് നോക്കാം. ഫ്യൂൽ ലൈറ്റിൻ്റെ ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആണ്. അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഡിസൈൻ കൺട്രോൾ, പിന്നെ ഇത് പാർക്കിംഗ് സെൻസറിൻ്റെ ആ ഒരു അലാം ഓഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമ്മളെ താഴെ നമുക്ക് ഫ്ലോറിലൊരു ലൈറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ഓഫും ഓണും ആണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ക്രോളിംഗ് ബട്ടനാണ് ഇവിടെ വന്നുള്ളത്. ഇനി നമ്മൾ ക്യാബിനിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ
ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ തന്നെയാണല്ലോ വന്നിട്ട്. ഇത് നമുക്ക് ബേസ് തൊട്ടിട്ട് എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ സ്റ്റാർട്ടായി എന്നുള്ളത് പുറത്തിറങ്ങി നോക്കണം അല്ലേ. അത്രയും സൈലൻ്റ് ആണ് കേട്ടോ, ഭയങ്കര സൈലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഞാനിത് കണ്ടോ റബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത്രയും ആ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അത്രയും സൈലൻ്റ്, ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമുക്കിതിൽ വന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു ഇൻഫോർടൈൻമെൻറ്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ ഒരു ഫോണ്, മീഡിയ, അതുപോലെ സെറ്റിങ്സ്, ഇത് അഡ്വഞ്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നമുക്ക് ഓഫ് റോഡിലും ഓൺ റോഡിലും നമ്മളെ വണ്ടിയുടെ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ പറ്റും. പിന്നെ റേസിങ് അതേപോലെ കസ്റ്റം ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് RVC എന്ന് പറയുമ്പോൾ റിവേഴ്സ് ക്യാമറയാണ്. ആ റിവേഴ്സ് ക്യാമറയുടെ ആ ഒരു ഔട്ട് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പിന്നെ ഫ്യൂൽ ഇൻഫോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വെഹിക്കിൾ ഇനി എത്ര കിലോമീറ്റർ ഓടാനുള്ള ബാക്കി ഫ്യൂൽ ഉണ്ട്, അതേപോലെ നമുക്ക് കിട്ടുന്ന ആവറേജ് ഫ്യൂൽ എക്കോണമിയും കൂടെ നമുക്കിതിൽ കാണിച്ചു തരും. പിന്നെ റേഡിയോ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ ബട്ടൺസും കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മളാ ഒരു വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്. പിന്നെ ബാക്കി നമ്മൾ പറഞ്ഞ പോലെ തന്നെ AC കൺട്രോൾസ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ഡ്രൈവ് മോഡ്, അതേപോലെ ഹസാർഡ്, പിന്നെ നമ്മൾ ആ ഒരു എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്നുള്ളതിൻ്റെ ആ ഒരു സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അതിൻ്റെ താഴെയായിട്ട് ഒരു 15 വാട്ട്സിൻ്റെ C-type ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ USB-Aയും വന്നിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് നമ്മുടെ കയ്യിലുള്ള വണ്ടി കേട്ടോ. ഇനി സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ അതിൽ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു MID ഉണ്ടല്ലോ, ഈ ഒരു സ്ക്രീൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആണ് നമുക്ക് ഇവിടെ വന്നുള്ളത്. പിന്നെ ഇത് നമ്മളെ ഓഡിയോ കൺട്രോൾസിൻ്റെ ബട്ടണാണ്. ഹോൺ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ചു തരാം. ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ഹോൺ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ബ്ലൈൻഡ് വന്നിട്ടുണ്ട്. ഇതിലാണെങ്കിൽ നമുക്ക് ഒരു മിററും കൂടെ കിട്ടും. പിന്നെ മേലെ നമുക്ക് ആ ഒരു ലൈറ്റും കാര്യങ്ങളും, സൺറൂഫിൻ്റെ ഓപ്പണിംഗ് ഇവിടെയാണ് കേട്ടോ. സൺറൂഫ് ആണെങ്കിൽ നമുക്ക് ചെറിയൊരു കൂളിംഗ് വരുന്ന ഒരു ടിൻഡഡ് ആയിട്ടുള്ളൊരു സൺറൂഫാണെന്നുള്ളത്. മാക്സിമം നമുക്കിത് ഇത്രയും ഓപ്പൺ ആക്കി തരും. ഒരു വൺ ടച്ചിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ബ്ലൈൻഡ് നമ്മൾ മാനുവലി ക്ലോസ് ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറാണ് സെൻട്രലായിട്ട് വന്നുള്ളത്. ഓട്ടോഡിയം ആയിട്ടുള്ളൊരു IRVM വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൗണ്ട് സിസ്റ്റത്തിൻ്റെ ട്വീറ്റേഴ്സ് നമുക്ക് നമ്മളെ ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും നമ്മളെ റൂഫിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നോർമൽ 2 സ്പീക്കേഴ്സ് നമുക്ക് ഡാഷ് ബോർഡിലാണ് കേട്ടോ വന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡോർ താറിലൊക്കെ വന്ന പോലെ തന്നെ ആ ഒരു ടാക്കോമീറ്ററും ആ ഒരു സ്പീഡോമീറ്ററും പിന്നെ നമ്മളെ ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ താഴ്ത്തു വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിലാണ് എല്ലാ കാര്യങ്ങളും ബാക്കി വന്നിട്ടുള്ളത്. നമ്മളിത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടയർ പൊസിഷൻ, അതേപോലെ ടയർ പ്രഷർ മോണിറ്റർ വന്നിട്ടുണ്ട്. പിന്നെ വാർണിംഗ് ഹിസ്റ്ററി, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് അടുത്തതായിട്ട് വരുന്നത്. ഒരു ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള. പിന്നെ നമ്മൾ ആ ഒരു ഫ്യൂൽ എക്കോണമി, ആവറേജ് ഫ്യൂലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണിച്ചിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു സ്ക്രീനിൽ വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഓട്ടോമാറ്റിക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ആണ് ഈ സൈഡിൽ വന്നുള്ളത്. ഇത് നമ്മളെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ആണ്. നമുക്കൊരു MX5 എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷനാണ്, എന്നാൽ പോലും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നുള്ളത്. ഈ ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ വരുന്ന ആ ഒരു അതേപോലെ തന്നെയാണ് വന്നുള്ളത്. പിന്നെ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല കംഫർട്ടാണ്. പിന്നെ ഒരു ആംറസ്റ്റും ഞാൻ പറഞ്ഞല്ലോ, വളരെ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഇരിക്കുന്നൊരു ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മഹീന്ദ്ര നമ്മളിവിടെ ഒരു ഇത് കണ്ടോ, ഒരു മെറ്റൽ പ്ലേറ്റ് വന്നിട്ടുണ്ട്. അതിൽ എത്രയാണ് നമ്മൾ ആ നമ്പർ വരുന്നത്? ഇത് 20,890 വണ്ടിയാണ്. 20,890 അല്ലേ? അതെ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊരു റെഡ് താറിൻ്റെ ചെയ്തപ്പോൾ അത് ഏകദേശം 10,000 സംതിങ് ആയിരുന്നു. അപ്പം അത്രയും വണ്ടികൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും ക്യാബിനിൽ ഇരുന്നിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്ക് ഡ്രൈവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ നോക്കിയാലോ? നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം താർ റോക്സിൻ്റെ MX5 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് റണ്ണിങ് ആണെന്നുള്ളത്, ഐ മീൻ വണ്ടി സ്റ്റാർട്ടിങ് ആണ് എന്നുള്ളത്, എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാലെടുക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു നോയ്സ് ക്യാബിനിലേക്ക് വരുന്നത്. അത്രയും സൈലൻ്റ് ആണ്. നമ്മൾ വെറുതെ പറയുന്നതല്ല കേട്ടോ. നമുക്കിപ്പോൾ ഇലക്ട്രിക് ഓടിക്കണ പോലെ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു എഞ്ചിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടുന്നത്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പോലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. 2 ലിറ്റർ ആ ഒരു 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്, TGD എഞ്ചിനാണ്. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ മൈലേജ് അറിയാലോ, ആവറേജ് ഒരു 8 to 10 ആ ഒരു റേഞ്ചിലായിരിക്കും നോർമൽ യൂസിൽ കിട്ടുക. പിന്നെ നമുക്കൊരു 12 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. ഒരു 12 കിലോമീറ്ററൊക്കെ നമുക്ക് നല്ലൊരു ഹൈവേയിലൊക്കെ പിടിക്കുകയാണെങ്കിൽ മാക്സിമം നല്ല മൈലേജ് കിട്ടും. അപ്പം അത്രയും ആ ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരു നമുക്കിതിൽ കമ്പയർ ചെയ്തുള്ള ഒരു ടോർക്ക് കൺവേർട്ടർ 6 സ്പീഡ് 80 ഗിയർ ബോക്സിൻ്റെ ആ ഒരു പെർഫോമൻസും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും യാതൊരു ലാഗും ഇല്ല. നല്ല രസമായിട്ട് തന്നെ ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും വലിയൊരു വണ്ടി, ഒരു ലാഡർ ഫ്രെയിം ബോഡിയിൽ വരുന്ന വലിയ അത്രയും ഹൈറ്റിലിരുന്ന് ഓടിക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ
അതിൻ്റെതായിട്ടുള്ളൊരു ഫണ്ട് വേറെ ഉണ്ട്. പിന്നെ നമ്മളെ സ്റ്റിയറിംഗിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്, നല്ല സ്മൂത്ത് ആണ്. പക്ഷേ സ്പീഡ് കയറുന്ന സമയത്ത് കുറച്ചൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് സ്റ്റിഫ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ സിപ്പ്, സൂം, സ്നോ, മഡ്, സാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡുകളാണ്. അതിൽ സിപ്പിൽ നിന്ന് നമ്മൾ നേരെ സൂമിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർഫോമൻസിൽ ചെറിയ രീതിയിലൊരു വേരിയേഷൻ വരുന്നുണ്ട്. കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുന്നുണ്ട്. കൂടുതൽ സ്പീഡിലെടുത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് കുറച്ചും കൂടെ പെർഫോമൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സൂമിലിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇതിലും കുറച്ചും കൂടെ പെർഫോമൻസ് കിട്ടും. ശരിക്കും നമുക്ക് സിപ്പ് തന്നെ ധാരാളമാണ്, നല്ല പവറാണ്. ശരിക്കും അത്യാവശ്യം ഒന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് തന്നെ കണ്ടോ കയറി പോകാൻ ഈ ഒരു എഞ്ചിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലെടുക്കുന്ന സമയത്ത് ശരിക്കും എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് നോയ്സ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് RPM കയറുമ്പോൾ എഞ്ചിൻ കുറച്ചൊന്ന് എരമ്പിയിട്ട് കയറിപ്പോയല്ലോ, അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. സിമ്പിളായിട്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് എഞ്ചിൻ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് വീൽ ഡ്രൈവും കൂടെ ആയതുകൊണ്ട് ബാക്ക് എന്നുള്ള ഒരു പുഷും കൂടെ കിട്ടുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് 4 വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഒരു ബ്രേക്കിങ്ങിന്റെ കാര്യത്തിലും കുറച്ചും കൂടെ കോൺഫിഡൻസ് വരുന്നുണ്ട്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിലും സസ്പെൻഷൻ നമ്മൾ വീഡിയോസിലൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സസ്പെൻഷന്റെ ആ ഒരു ഫീഡ്ബാക്കും കൂടെ പറയണം എന്നുള്ളത്. അപ്പോൾ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഏതൊരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ആ ഒരു സെയിം സസ്പെൻഷൻ ഫുൾ ഓപ്ഷനിലൊക്കെ വരുന്ന പോലെ തന്നെയുള്ള ആ ഒരു FSD സസ്പെൻഷനാണ് ഇതിലും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. സസ്പെൻഷൻ്റെ ആ ഒരു ഡാമ്പിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് ക്യാബിനിലേക്ക് എടുക്കുന്നില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ്. പിന്നെ ഇത് ഇത്രയും വലിയൊരു ഹൈറ്റ് കൂടിയിട്ടുള്ള SUV ആകുമ്പോൾ ഉള്ളതായിട്ടുള്ള ചെറിയ ബോഡി റോള് കാര്യങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് മോശം വഴികളിൽ ഓടിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര രസം. കാരണം നമുക്ക് ചാടിച്ചെടുത്തിട്ട് പോവാം. പിന്നെ ഒന്നാമത് വലിയ ടയറാണ്, ടയർ സൈസ് കൂടുതലാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ റഫ് യൂസേജിന് പറ്റുന്ന ഒരു തരത്തിലാണ് മഹീന്ദ്ര ശരിക്കും ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഓഫ് റോഡിലും ഓൺ റോഡിലും ഒരുപോലെ പെർഫോം ചെയ്യുന്ന ഒരു വണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അതിന്റെ ആ ഒരു സസ്പെൻഷന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചും കൂടെ റഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് മഹീന്ദ്ര ചെയ്തിട്ടുള്ളത്. എന്നാൽ സ്മൂത്ത്നെസിന്റെ കാര്യത്തിൽ യാതൊരു കുറവില്ല, വളരെ സ്മൂത്ത് ആയിട്ടാണ്. പക്ഷേ ഓവർ സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്പീഡ് എടുക്കുമ്പോൾ കോൺഫിഡൻസ് കുറക്കുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനും അല്ല, വളരെ കംഫർട്ടായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു എഞ്ചിൻ പെർഫോമൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോക്സ് പെട്രോൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കാം. പെട്രോൾ എനിക്ക് തോന്നുന്നു അവൈലബിലിറ്റി കുറച്ചുകൂടി കുറവാണ് അല്ലേ? അതെ അതെ. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ പെട്രോൾ ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓടിച്ചു നോക്കുക. വളരെ സ്മൂത്ത് ആണ്, ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഇപ്പോൾ ഓടിച്ച ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വണ്ടിയും കൂടെ കേട്ടോ. അപ്പം പെർഫോമൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും റോക്സിന്റെ ആ ഒരു എഞ്ചിൻ പെർഫോമൻസ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം ഡ്രൈവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായാലും നമ്മളെ കമന്റ്സിൽ അറിയിക്കുക. അപ്പം വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരും.